തനിക്കെതിരായി കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷ് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ രാഷ്ട്രീയ പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണെന്ന് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. നിയമസഭാംഗത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് CPMന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ഭൂരിപക്ഷം നിർണ്ണയിക്കാനാവില്ലെങ്കിലും ഇത്തവണയും കൊല്ലത്ത് തനിക്ക് വിജയം ഉറപ്പാണെന്നും പ്രേമചന്ദ്രൻ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. നേരിൽ കണ്ടുകൊണ്ടുയർത്തിക്കുവാൻ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയക്കാരൻ, വികസന വിപ്ലവത്തിന്റെ പടനായകൻ, കൊല്ലത്തിന്റെ ജനനായകൻ NK പ്രേമചന്ദ്രൻ കടന്നു വരികയാണ്. 26 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരാൻ കേരളത്തിൽ ജനവിരുദ്ധ ഗവൺമെന്റിന് കനത്ത താക്കീത് നൽകാൻ ഈ തെരഞ്ഞെടുപ്പിലെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. തീപാറുന്ന പോരാട്ടത്തിന് സാക്ഷിയായ മണ്ണാണ് കൊല്ലം. കൊല്ലത്ത് സിറ്റിംഗ് MP NK പ്രേമചന്ദ്രനാണ് UDF സ്ഥാനാർത്ഥിയായി കളം പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ശക്തമായ മത്സരത്തിനാണ് കൊല്ലം സാക്ഷിയായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. MP, ഇനി കൊല്ലം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. അപ്പം ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? തുടക്കത്തിലുള്ള ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ. കാരണം സ്വീകരണ പര്യടന പരിപാടികൾ ഏതാണ്ട് ഇന്നും നാളെയും കൊണ്ട് പൂർത്തീകരിക്കപ്പെടുമ്പോൾ സമാനതകളില്ലാത്ത സ്വീകാര്യതയും സ്വാഗതാർഹമായിട്ടുള്ള വരവേൽപ്പുമാണ് പൊതുസമൂഹത്തിൽ നിന്ന്, പാർട്ടി പ്രവർത്തകരിൽ നിന്നും മുന്നണി പ്രവർത്തകരിൽ നിന്നുമല്ല, പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത വിസ്മയിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിലൊരു ആൻറ്റി മോദി ഇമോഷനും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എതിരായിട്ടുള്ള ഒരു ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ, പിണറായി വിരുദ്ധ വികാരം അതിശക്തമായി കേരളത്തിൽ നിലനിൽക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് ഘടകങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുമെന്നുള്ളത് മാത്രമല്ല, ദേശീയ തലത്തിലൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുള്ള പൊതു താല്പര്യം, ഇതെല്ലാം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായി നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു സൗഹൃദ മത്സരം പോലെയായിരുന്നു ആരംഭിച്ചത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ പിന്നീട് അങ്ങേക്കെതിരായി ശക്തമായ രൂക്ഷമായ വിമർശനങ്ങളാണ് പല രീതിയിൽ ഇടത് സ്ഥാനാർത്ഥി ഉയർത്തുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണും? പലതും അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള പരിചയം പരിമിതം മാത്രമാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്, ഞാനതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ ക്ലാസ് എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു പാർലമെൻറ്റ് അംഗം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് പോകലും അതുപോലെ ചടങ്ങുകൾക്ക് നിർവഹിക്കലുമല്ല സഭ. അപ്പോൾ അതൊക്കെ ഞാൻ മറുപടി പറയുന്നില്ല. കാരണം ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളൊരു ധാരണ പെശകാണ്. അദ്ദേഹത്തിനൊരു പൊതുവെ ധാരണയില്ലായ്മ നല്ലതുപോലെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഒരു ചാനൽ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അഭിനയിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കുള്ള പരിചയമേ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ളൂ, പാർലമെൻ്ററി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ളൂ. ഞാനതാണ് സൂചിപ്പിച്ചത്. നമുക്ക് സംവാദമാകാം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. 10 വർഷക്കാലത്തെ പാർലമെൻ്ററി രംഗത്തെ എൻ്റെ പെർഫോമൻസ്, പ്രവർത്തനവും അതുപോലെ തന്നെ 8 വർഷക്കാലത്തെ MLAയുടെ പ്രവർത്തനവും നമുക്ക് വിലയിരുത്താം. വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താം കൊല്ലത്തിൻ്റെ. അതുപോലെ മണ്ഡലത്തിലെ ജനപ്രതിനിധിയുടെ സാന്നിധ്യവും ജനകീയ പ്രശ്നങ്ങളിലെ ജനപ്രതിനിധികളുടെ MPയുടെയും MLAയുടെയും ഇടപെടലിനെ സംബന്ധിച്ച് നമുക്ക് താരതമ്യം ചെയ്യാം. അങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള സംവാദത്തിലൂടെ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഏതാണ് മെച്ചം, ഏതാണ് നല്ലത്, ഏതാണ് കുറേ കൂടി മെച്ചം എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പിൽ വിധി എഴുതട്ടെ എന്നാണ് എൻ്റെ നിലപാട്. നിർഭാഗ്യവശാൽ അദ്ദേഹം അത്തരത്തിലൊരു സംവാദത്തിന് ആദ്യം വെല്ലുവിളിച്ചെങ്കിലും പിന്നെ അദ്ദേഹം LDFനെ വിടുകയായിരുന്നു. സംവാദത്തിന് LDF അല്ലല്ലോ ഇവിടെ മത്സരിക്കുന്നത്, സ്ഥാനാർത്ഥിയാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 1-to-1 ഡിസ്കഷൻ ആണെങ്കിൽ, 1-to-1 ഡിബേറ്റ് ആണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു, സമയവും തീയതിയും കുറിച്ചാൽ മതി, എവിടെ സ്ഥലം കുറിച്ചാലും മതി, എവിടെ വേണമെങ്കിലും ഞാൻ വരാം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദം, അതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളത്. അവരെങ്ങനെ പെർഫോം ചെയ്യും, അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ ടാർഗറ്റ് എന്താണ്, അവരുടെ ഭാവന എന്താണ്, ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളും ഒരേ വേദിയിൽ അണിനിരന്നുകൊണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കണം. നിർഭാഗ്യവശാൽ അദ്ദേഹം അത്തരത്തിൽ ഒരു ചാനൽ ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല. വിവിധ ചാനലുകൾ വിളിച്ചു, ഞാൻ ബില്ലിങ്ങാണ്, ഡേറ്റ് കൊടുത്തു, സമയം കൊടുത്തു, പക്ഷേ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? എന്നിട്ടാണ് അദ്ദേഹം എങ്ങനെയായിരിക്കണം പാർലമെൻറ്റ് അംഗം എന്നതിനെ സംബന്ധിച്ച് എന്നെ പഠിപ്പിക്കുകയും
അതിങ്ങനെ അല്ല എന്നൊക്കെ പറയുകയും ചെയ്തു. അതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിൽ ആരംഭിച്ചു, പക്ഷേ ഇപ്പോൾ മത്സരം കടുത്തതോടെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ്? മത്സരം കടുത്തതുകൊണ്ടല്ല, വലിയ പരാജയം CPM ഉണ്ടാകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ചവറയടക്കമുള്ള മേഖലയിൽ CPM DYFI പ്രവർത്തകർ ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ചവറയിൽ പ്രത്യേകിച്ചും കൊല്ലത്ത് പൊതുവെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മത്സരം കടുത്തതുകൊണ്ടല്ല, ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന സാഹചര്യത്തിൽ പരമാവധി ഭൂരിപക്ഷം കുറയ്ക്കുക, വോട്ട് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അക്രമം അഴിച്ചുവിട്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPM ചവറയിൽ ആരംഭിച്ചിട്ടുള്ളത്. കാരണം രാഷ്ട്രീയേതരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അപവാദ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഒരു തുറന്ന കത്തെഴുതിക്കൊണ്ട് അതിൽ UDF സ്ഥാനാർത്ഥിക്ക് പരാജയ ഭീതിയാണ് എന്നാണ് മുകേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങനത്തെ കത്ത് കണ്ടതേ ഇല്ല. UDF ക്യാമ്പിലാണ് പരാജയ ഭീതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം എത്ര സർവേകൾ നടന്നു, ദിനപത്രങ്ങൾ നടത്തി, ദൃശ്യമാധ്യമങ്ങൾ നടത്തി, സ്വതന്ത്ര മാധ്യമങ്ങൾ നടത്തി, സ്വതന്ത്ര സർവേകൾ നടത്തി. ഏതെങ്കിലും ഒരു സർവേയിൽ UDF നേരിയ തോതിലെങ്കിലും പരാജയപ്പെടും എന്നുള്ള ഒരു അസസ്മെൻ്റ് എവിടെയെങ്കിലും ഉണ്ടായി? തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം ലോക്സഭാ സീറ്റ് UDF അനായാസകരമായി വിജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായത്, മാധ്യമങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് പരാജയഭീതിയുടെ പ്രശ്നം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായ പരിചയക്കുറവ് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാഷ്ട്രീയമായ പരിചയക്കുറവുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഭാഷ അറിയില്ലെങ്കിലും വേണ്ടില്ല, ആംഗ്യം കൊണ്ടും അഭിനയം കൊണ്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവാണ്. രാഷ്ട്രീയമായി പാർലമെൻ്ററി രംഗത്ത് അല്ലെങ്കിൽ നിയമസഭാ രംഗത്തേക്കുള്ള പരിചയക്കുറവിൻ്റെ, ഞാനതിന് കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മേഖല വേറെയാണ്, അദ്ദേഹത്തിൻ്റെ ആ രംഗത്ത് അദ്ദേഹം നല്ലതുപോലെ ശോഭിക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ്. സർവേ ഫലങ്ങളെല്ലാം തന്നെ അങ്ങേക്ക് അനുകൂലമാണ്, പക്ഷേ ഈ സർവേ ഫലങ്ങളിലൊന്നും വിശ്വാസമില്ല എന്നാണ് മുകേഷ് പറയുന്നത്. ഒപ്പം തന്നെ കാരണം അദ്ദേഹം പറയുന്ന കാരണം കഴിഞ്ഞ 2 സർവേകളിലും അദ്ദേഹത്തിനെതിരായി വന്നു, പക്ഷേ അദ്ദേഹം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സർവേ ഫലങ്ങളിൽ അങ്ങ് വിശ്വസിക്കുന്നു? അല്ല, വിശ്വാസം നന്നായിരിക്കട്ടെ, എല്ലാവരുടെയും വിശ്വാസം. ഞാൻ സർവേ ഫലങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടല്ലല്ലോ ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിക്കും പാർട്ടി സംവിധാനത്തിനും മുന്നണി സംവിധാനത്തിനും സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ വിലയിരുത്തലുകളുണ്ട്, ഞങ്ങളുടെ പഠനങ്ങളുണ്ട്, ഞങ്ങളുടെ സർവേ ഉണ്ട്. ഞങ്ങളുടെ പഠനങ്ങളും സർവേ ഫലങ്ങളും ഏതാണ്ട് സമാനമായി വരുന്നു. അതായത് സർവേ ഫലങ്ങൾ മുഴുവൻ ശരിയായിരിക്കണമെന്നുള്ള ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ മുതൽ പറയുന്നത്. ഞങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസമില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്, ജയിക്കും എന്ന നല്ല ആത്മവിശ്വാസമുണ്ട്. ഒരിക്കലും അത് അമിതമായ ആത്മവിശ്വാസമല്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഞാനാണ്. ഈ കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി മുതൽ ആരംഭിച്ച പ്രവർത്തനം ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും വിശ്രമിച്ചിട്ടില്ല. ഇന്ന് 17ാമത്തെ ദിവസമാണ് ഈ വാഹനത്തിൽ കയറിയിട്ട്. 17ാമത്തെ ദിവസമാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 10, 11, 11:30 മണി വരെ ഈ വാഹനത്തിലാണ്. ഉച്ചയ്ക്ക് അരമണിക്കൂർ നേരത്തെ ലഞ്ച് ബ്രേക്ക് ഒഴിച്ചാൽ ഈ 17 ദിവസമായി. ഈ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ BJPക്കുമൊക്കെ ദേശീയ നേതാക്കൾക്കൊക്കെ ഏറെ താല്പര്യമുള്ള ആളും അവരുടെ ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു BJP സ്ഥാനാർത്ഥിയെ. ആ BJP ക്യാമ്പും ഇപ്പോൾ വളരെ വലിയ ആത്മവിശ്വാസത്തിലായിരിക്കുന്നു. RSP ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന തരത്തിലുള്ള ഒരു പ്രചാരണവും ഒരു പ്രഖ്യാപനവും ഒരു പ്രസ്താവനയും ഒക്കെ നടത്തുകയാണ് BJP സ്ഥാനാർത്ഥി. അല്ല, BJP ഞങ്ങളെ എതിർക്കണമല്ലോ. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ BJPക്ക് പ്രതിരോധം സൃഷ്ടിച്ചിട്ടുള്ളത് RSP ആണ്. UDFനകത്ത് UPAക്കകത്ത് ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. അംഗബലം ഒരാൾ മാത്രമാണെങ്കിൽ പോലും ലോക്സഭയിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം BJPക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഞാനാണ്. അതുകൊണ്ടാണല്ലോ എത്ര നേതാക്കളാണ് ഇപ്പോൾ ഞങ്ങളാണ് BJPയുമായിട്ടാണ് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ എത്ര നേതാക്കളാണ്, അണ്ണാമല ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ അടക്കം എത്രയോ പേരാണ് കൊല്ലത്ത് ഇപ്പോൾ പ്രചരണത്തിന് വരുന്നത്. CPM എന്താ പ്രചരിപ്പിക്കുന്നത്? BJP ഞങ്ങളുമായിട്ട് ബന്ധമാണെന്നല്ലേ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ, മോദിയും അമിത്ഷായും ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ നേതാക്കളും കൊല്ലത്ത് പര്യടനം നടത്തി വന്ന് എനിക്കെതിരായി പ്രസംഗിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഈ CPMൻ്റെ ഇരട്ടത്താപ്പ്, CPMൻ്റെ അവസരവാദപരമായിട്ടുള്ള നയങ്ങൾ, നിലപാടുകൾ, ഇതാണിപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ കല്ലുവെച്ച നുണ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ഇവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിഞ്ഞു. അതാണിപ്പോൾ പിണറായി വിജയൻ പോലും പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടി കല്ലുവെച്ച പച്ചക്കള്ളമല്ലേ CAA സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ ആ നിയമം പാസ്സാക്കാൻ ഞങ്ങൾ കൂട്ടുനിന്നും
വോട്ടിനിട്ടപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ അത്താഴ വിരുന്നിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കല്ലുവച്ച പച്ചക്കള്ളം പൊതുസമ്മേളനത്തിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് നിർഭാഗ്യവശാൽ കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രി കൊല്ലത്ത് ക്യാമ്പ് ചെയ്ത് പല ദിവസങ്ങളിലായി അദ്ദേഹം പ്രചരണത്തിനെത്തി. പക്ഷേ ദേശീയ നേതാക്കളെയും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ ആക്ഷേപിക്കുകയും അദ്ദേഹം പരസ്യമായി പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. പക്ഷേ പ്രേമചന്ദ്രനെതിരെ ഒരു വാക്കുപോലും അദ്ദേഹം പൊതുവേദികളിൽ പറയുന്നില്ല. അത് മുൻ അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ? അത് രാഷ്ട്രീയമായി നല്ലതുപോലെ പറയുന്നുണ്ടല്ലോ അദ്ദേഹം. രാഷ്ട്രീയമായി പറഞ്ഞ എടപ്പള്ളിക്കോട്ടയിൽ സംസാരിച്ചപ്പോഴും പരോക്ഷമായി ചില സൂചനകൾ നൽകി, വ്യക്തിപരമായ ചില സൂചനകൾ നൽകി. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായ മത്സരമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പൂർവ്വകാല അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. മുൻ വർഷങ്ങളിലേക്കാളും എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരിക്കും ഇപ്രാവശ്യം? ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു അസസ്മെൻറ്റ് ഞങ്ങൾക്കില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് ഓരോ വോട്ടിനായാലും ജയിക്കും എന്ന ആത്മവിശ്വാസമുണ്ട്. ഭൂരിപക്ഷവും മറ്റു കാര്യങ്ങളുമൊക്കെ ജയവും ജനങ്ങൾ തീരുമാനിക്കുന്നതാണെങ്കിലും അതിനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യം ഭൂരിപക്ഷം നിലവിലുള്ള ട്രെൻഡിൻ്റെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ എത്രയാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരിക്കലും അങ്ങനെ പ്രവചിക്കുന്നത് ശരിയുമല്ല. ജയിക്കും എന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് UDFന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വിജയിക്കുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയോടെ പ്രേമചന്ദ്രൻ മുന്നേറ്റം തുടരുകയാണ്. കൊല്ലത്തു നിന്നും പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.